ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്ന് തൈരാണ് കറി വെച്ചേക്കുന്നത് കേട്ടോ. അതിനകത്തേക്ക് കഷ്ണങ്ങളായിട്ട് ഞാൻ പപ്പായയാണ് ചേർത്തേക്കുന്നത്. പിന്നെ പച്ചമുളകും സവോളയും കറിവേപ്പിലയും ഇട്ടത് വേവിച്ചെടുത്തു. കുക്കറിൽ ഒരു പ്രാവശ്യം ഞാൻ വിസിലടിച്ചതേ ഉള്ളൂ. അതിനുശേഷം ഞാൻ തേങ്ങ അരച്ച് ചേർത്തു. അതിനകത്തേക്ക് ചെറിയ ജീരകവും കാന്താരിയും പിന്നെ ചെറിയ ഉള്ളിയും രണ്ട് വെളുത്തുള്ളി അരച്ച് കഴിഞ്ഞപ്പം അതൊന്ന് ഉടയാൻ വേണ്ടിയിട്ട് ആ തൈരും കൂടി ഒഴിച്ച് അടിച്ചെടുത്തു. അതിനുശേഷം ചെറുങ്ങനെ ഒന്ന് ചൂടാക്കി കേട്ടോ. അപ്പോൾ പിന്നെ എന്നിട്ട് കടുകും പൊട്ടിച്ചു. അപ്പം നമ്മുടെ ചോറും ഇവിടെ ചൂടോടെ റെഡി ആയിട്ടുണ്ട്. ആ ചോറിലേക്ക് നമുക്കിനി കറികൾ, ഇന്ന് കുറച്ച് കറികളൊക്കെ വെച്ചുള്ളൂ കേട്ടോ. ഇന്ന് ആ തൈര് കറി ഉള്ളത് കൊണ്ട് തന്നെ, പിന്നെ കപ്പളങ്ങയൊക്കെ ഇട്ട് കറി വെച്ചത് കൊണ്ട് ഞാൻ വേറെ തോരനൊന്നും വെച്ചില്ല. ഇന്നലത്തേക്കോട്ട് ആ വാഴയ്ക്ക മെഴുക്കുവരട്ടി നമ്മുടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് അതൊട്ടും കേടായിട്ടില്ലായിരുന്നു, ഫ്രിഡ്ജിലെടുത്ത് വെച്ചുകൊണ്ട്. പിന്നെ മുട്ട പൊരിച്ചായിരുന്നു. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചെറിയുള്ളിയും പിന്നെ മുളകൊക്കെ ഇട്ട് അരിഞ്ഞ് മുട്ട പൊരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2 പപ്പടം ചുട്ടെടുത്തു. പിന്നെ ആ മെഴുക്കുവരട്ടി അതൊട്ടും കേടായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്കും കൂടെ അതും കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ലളിതമായ ചോറും കറികളും. ഇന്ന് മീനും ബീഫും ഒന്നും ഇല്ല കേട്ടോ. സാധാരണ മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു മുട്ടയാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചൂടോടെ കറികളൊക്കെ കൂട്ടി ഈ ചോറ് കഴിക്കാൻ നല്ല